വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം 2024 വർഷഫലമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി നിർണയിച്ചാണ് ഫലങ്ങൾ കണക്കാക്കുന്നത്. ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഹുകേതുക്കളൊക്കെയാണ്. അതായത് ശനി ശരാശരി ഒരു രാശിയിൽ 2.5 വർഷക്കാലവും, വ്യാഴം ശരാശരി ഒരു രാശിയിൽ 1 വർഷക്കാലവും, രാഹുകേതുക്കൾ 1.5 വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത്. 2024 വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും, കന്നി രാശിയിൽ കേതുവും, വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും, ധനു രാശിയിൽ സൂര്യനും കുജനും, കുംഭൻ രാശിയിൽ ശനിയും, മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും 2024 ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ധനുരാശിയിലുള്ള മൂലം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പഞ്ചമഭാവത്തിൽ വ്യാഴവും, ചതുർത്ഥ ഭാവത്തിൽ സർപ്പിയും, തൃതീയ ഭാവത്തിൽ ശനിയും, ദശമ കേന്ദ്രത്തിൽ കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഈ വർഷ ആരംഭം പൂർവികരുടെ അനുഗ്രഹവും സന്താനങ്ങളാൽ സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെട്ടുള്ളവർക്ക് അനുകൂലമായ നിലയുമൊക്കെയാണ് ഫലം. മുതൽ മുടക്കില്ലാത്ത ബിസിനസ്സിലൊക്കെ ലാഭമുണ്ടാകുന്നൊരു സമയമാണ്. അതായത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വർഷ ആരംഭം സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത്. കലാ സാഹിത്യ മേഖല, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വർഷ ആരംഭം അനുകൂലം തന്നെയാണ്. വർഷത്തിൻ്റെ ആരംഭം അതായത് ഏപ്രിൽ മാസം വരെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മന്ദനിലയാണ് അനുഭവപ്പെടുക. അതുമാത്രമല്ല ആഡംബരത്തിനായിട്ടുള്ള ചിലവുകൾക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട്. സ്വപ്രയത്നത്താൽ ചെയ്യുന്ന തീരുമാനങ്ങൾക്ക് ഒരു മന്ദനില അനുഭവപ്പെടും. ഈ നക്ഷത്രത്തിലുള്ളവർ പുതിയതായിട്ട് വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. വീടൊക്കെ കെട്ടുന്നവർ ലക്ഷറി ആയിട്ടും വലിയ വീടൊക്കെയാണ് കെട്ടുക. ആരംഭത്തിൽ ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ടെന്ന് വരും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിവാഹം നടക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നടക്കും. ഈ കാലഘട്ടത്തിൽ ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും. വർഷത്തിൻ്റെ ആരംഭം ആരോഗ്യപരമായി വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യനില മധ്യമമായിട്ടാണ് ഉണ്ടാവുക. ജലസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കഫസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നീർക്കെട്ട്, ചുമ ഒക്കെ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. ഏപ്രിൽ മാസത്തിന് ശേഷം ധനപരമായിട്ടുള്ള ഉയർച്ചകൾ കൂടുതലുണ്ടാകും. സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പരീക്ഷാ വിജയം, സർക്കാർ ജോലി ലഭിക്കാനുള്ള യോഗവുമൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതുന്നവർക്ക് ജോലി സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് തൊഴിൽപരമായിട്ടുള്ള എല്ലാ ഉയർച്ചയും ഉണ്ടാകും. അതേപോലെ ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും പദവിയും അംഗീകാരവും പ്രശസ്തിയൊക്കെ ലഭിക്കും. അതേപോലെ തക്കതായ ശമ്പള വർധനമൊക്കെ ഉണ്ടാകും. പഴയ ജോലിയിൽ നിന്ന് പുതിയ ജോലിയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം മാത്രമേ അതിനൊക്കെ ശ്രമിക്കാവൂ. വർഷത്തിൻ്റെ ആരംഭത്തിൽ ജോലി മാറാൻ അനുയോജ്യമായിട്ട് കാണുന്നില്ല. പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭം ആരോഗ്യപരമായിട്ട് ഉത്തമവും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മധ്യമവുമായിട്ടാണുള്ളത്.
തൊഴിൽപരമായിട്ടും ധനപരമായിട്ടുമുള്ള കാര്യങ്ങളിലൊക്കെ ഏപ്രിൽ മാസത്തിന് ശേഷം മാത്രമേ അനുകൂല നിലയിൽ ആയി മാറുകയുള്ളൂ. ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ഛിദ്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.